ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഐഫസ് വേൾഡ് ഓഫ് ഹാപ്പിനെസ്. ഇന്ന് നമ്മുടെ ബൂബൂച്ചിൻ്റെ 9 മന്ത് വാക്സിനേഷനാണ് കേട്ടോ. അപ്പം 10 മന്ത് ആയി. പക്ഷെ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് ചെറിയൊരു ജലദോഷവും പനിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് നാളോടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം കുഴപ്പങ്ങളൊന്നുമില്ല. സോ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇവിടെ ഹെൽത്ത് സെൻറ്ററിൽ തന്നെ പോകുന്നത് കേട്ടോ. നമ്മൾ സാധാരണ സെൻറ്ററിലൊക്കെയാണ് പോയി എടുക്കുന്നത്, അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പോകാറ്. ഇന്ന് നമ്മൾ ഹെൽത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹെൽത്ത് സെൻറ്ററിൽ പോയി അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബുബു ആണെങ്കിൽ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം ഞങ്ങൾ ആദ്യമായിട്ട് അവളെയും കൊണ്ട് ഇങ്ങനെയൊക്കെ നടന്നൊക്കെ പോകുന്നത്. അങ്ങനെ വലുതായിട്ട് അവളെയും കൊണ്ട് യാത്രയൊന്നും ചെയ്യത്തില്ല. ഇതിങ്ങനെ നടന്നു പോകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ആൾ. എവിടെ പോവുക, ഇപ്പം ഉറക്കത്തിൽ നിന്ന് എണ്ണിച്ച് വന്നതേ ഉള്ളൂ കേട്ടോ. ഉറങ്ങിക്കിടക്കുമായിരുന്നു. ആ ടൈമിലാണ് ഇങ്ങനെ ഒരു 11:30 ആകുമ്പോഴത്തേക്കിന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണർത്തി എടുത്തുകൊണ്ട് വരും കേട്ടോ. അവളെ എടുത്തുകൊണ്ട് പോകുന്നത് അവളുടെ മാമിയാട്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററാണ് എടുത്തുകൊണ്ട് പോകുന്നത്. ഞാൻ പുറകിൽ വീഡിയോ എടുത്തുകൊണ്ട് പോവാം. ഇങ്ങനെ നടന്ന് നമ്മൾ കുറച്ച് പോയാൽ മതി. ഇവിടെ അടുത്ത് തന്നെ ഹെൽത്ത് സെൻറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ കുഞ്ഞ് നല്ല എക്സൈറ്റ്മെൻറ്റ് ഹാപ്പി ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ അവിടെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ. ഐസലിൻ്റെ ഒരു വാക്സിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നല്ല ചിരിച്ച് നല്ല ഹാപ്പി മൂഡായിരുന്നു. എല്ലാവരുടെയും കയ്യിലും പോയി നല്ല അവിടെ നല്ലൊരു അറ്റാച്ച്ഡായി ഇരുന്ന ടൈമിലാണ് വാക്സിനേഷനൊക്കെ ചെയ്തത്. നമുക്ക് കാണാം, ആ വീഡിയോസൊക്കെ കാണാമേ. ഫൈനലി നമ്മൾ ഹെൽത്ത് സെൻറ്ററിൽ എത്തി കേട്ടോ. അപ്പം അവിടുത്തെ ആ ഒരു ഭിത്തിയാണിത്. നമ്മളെത്തി. നമ്മളെ വെൽക്കം ചെയ്യാൻ നമ്മുടെ സ്വന്തം സിസ്റ്റർ, അതായത് നമ്മുടെ ആശാ വർക്കറുണ്ട് കേട്ടോ. നല്ല സ്നേഹം കേട്ടോ കുഞ്ഞുങ്ങളോടൊക്കെ. കണ്ട ഉടനെ ഐസുവിനെ എടുത്ത് നല്ല കാര്യമൊക്കെ പറയാം അവളോട് ഓരോന്നൊക്കെ. പക്ഷേ അവൾ ആദ്യമായിട്ട് കാണും കേട്ടോ. അതായത് നമ്മൾ സാധാരണ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയി എടുക്കുന്നത്. അപ്പം ഇവളാണെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ ആദ്യമായിട്ട് ആര് വിളിച്ചാലും അവൾ പോവും. അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് അവിടുത്തെ ഇത്തായുമായിട്ട് നല്ല മിങ്കിളായവൾ, നല്ല ചിരിയും കളിയൊക്കെയാണ്. അങ്ങനെ ഇവിടുത്തെ എല്ലാ സിസ്റ്റർമാരാണെങ്കിലും എല്ലാം കുഞ്ഞുങ്ങളോട് നല്ല ബിഹേവിയറും, കുഞ്ഞുങ്ങളെ എടുക്കുകയും സ്നേഹിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. കാരണം ആദ്യം അവരെ കുറച്ചൊന്ന് കംഫർട്ടാക്കിയിട്ട് അവർ വാക്സിനേഷനൊക്കെ ചെയ്യത്തുള്ളൂ. ഇതാണെങ്കിൽ ഐസുവിന് അവിടെ വെച്ചിട്ടൊരു ബേബി ഇതുപോലെ കണ്ടു. ബേബിക്കാണെങ്കിൽ ബുബുവിനെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബുബുവിനെ തൊടുക, ഇടയ്ക്കിടയ്ക്ക് വന്ന് ബുബുവിന് ഉമ്മ കൊടുക്കുക, ബുബുവിൻ്റെ കൂടി ഇരിക്കുക. ബുബുവും ഭയങ്കര ഇഷ്ടപ്പെട്ടു, ബുബുവിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു അവനെ. ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ വാക്സിനേഷനൊക്കെ കിട്ടാനൊക്കെ കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ബുബുവിനൊന്നും അറിയത്തില്ല എന്തുവാടാ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ആൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ബഹളമൊക്കെ ആയപ്പം ഇച്ചിരി നേരം മാമി കാത്തു എന്ന് വെച്ച് കൊടുത്തു. അതൊക്കെ കണ്ടിട്ട് പിന്നെ ആളിങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ ആ പരിസരമൊക്കെ നോക്കുന്നു. ഇടയ്ക്കൊന്ന് വയലൻ്റ് ആവാറായപ്പം നമ്മൾ നിപ്പിളൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെയൊക്കെ ഇച്ചിരി നേരമൊക്കെ ഇരുന്നു. ഉറക്കത്തിൽ നിന്ന് എണീച്ച് പോയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ ഒരു മന്ദത പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അവളിങ്ങനെ ഇരിക്കുവാണ്. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ബുബു അവിടെ ഉള്ളവരുടെ അടുത്തൊക്കെ അങ്ങ് നന്നായിട്ട് ഇണങ്ങി. അങ്ങനെ അവൾ കളിക്കുക, കസേരയിലൊക്കെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യുക. ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരുന്നു അവരൊക്കെ വന്നത്. പിന്നെ കുഞ്ഞിൻ്റെ ഒരു ഹെഡിൻ്റെ ഒരു സർക്കംസ്റ്റാൻസസ് ഒക്കെ നോക്കുകയും അവളുടെ എല്ലാ വെയിറ്റും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നെ നേരത്തെ നമ്മുടെ കുഞ്ഞുണ്ടല്ലോ, അവൻ്റെ അടുത്ത് ഇരിക്കുകയും അതിനിങ്ങനെ കുഞ്ഞിന് ഉമ്മ വെക്കുകയും ബുബുവിന് ഉമ്മ വെക്കുകയൊക്കെ ചെയ്യുക, വാവാ എന്ന് പറഞ്ഞിട്ട്. അവൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. രണ്ടുപേരുടെ നല്ല കളിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് വേറൊരു ആശാവർക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ യക്കായൊക്കെ ആദ്യമായിട്ട് കാണും അവൾ. ബട്ട് എല്ലാവരുമായിട്ടും നല്ല കമ്പനിയായിരുന്നു. ഇത് ഫൈനലി നമ്മൾ കുത്തുകൊള്ളാനിരിക്കുക കേട്ടോ. അങ്ങനെ നല്ല ചിരിയും കളിയൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുക. 3-4 ബേബീസ് ഉണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ബൂബോടെ ഭയങ്കര കളിയാണ്. ബാക്കി എല്ലാവർക്കും ഏറെക്കുറെ അറിയാം. നമ്മൾ
ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നതാണെന്നുള്ളത്. ഇവളാണെങ്കിൽ നല്ല എൻജോയ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുക, കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് ആദ്യത്തെ കുത്ത് നമ്മുടെ കയ്യിൽ കുത്തി, പക്ഷേ അവൾക്കതൊന്നും വലിയ ഇതായില്ല. കഴിഞ്ഞു, ആദ്യത്തെ കുത്ത് കഴിഞ്ഞു. അവളുടെ നമ്മുടെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്താ അപ്പം ഉണ്ടായേ, അതുപോലത്തെ ഒരു എക്സ്പ്രഷൻ ആയിപ്പോയി. കുഴപ്പമില്ല, അൽഹംദുലില്ലാ, അത് പ്രശ്നമില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പം ജസ്റ്റ് ഒരു ചടങ്ങിന് വേണ്ടി ഒന്ന് കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കൈ കുത്താനെ കൊണ്ടുവന്നു. അപ്പോഴത്തേക്കിനൊന്ന് സമാധാനിപ്പിക്കാൻ നിപ്പിളൊക്കെ വായി വെച്ച് കൊടുത്തു. പിന്നെ തലയൊക്കെ തന്നെ ഇട്ടൊക്കെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ കോമഡി ആയിരുന്നു അവിടെ വെച്ചിട്ട്. പിന്നെന്താ, അവൾ തന്നെ തലയിട്ട് അടിക്കുകയും തല ചൊറിയുകയും ഒക്കെ ഇങ്ങനെ ചെയ്യുന്ന എളിവരി കൊണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മളിച്ചിരി നേരത്തെ ഇറങ്ങിയായിരുന്നു. പിന്നെ ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ടാണ് പോയത്. പിന്നെ അവർ ഓരോ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് അംഗൻവാടികളിലൊക്കെ ഹെൽത്തിലൊക്കെ വേറെ ഹെൽത്തുകളിലൊക്കെ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. നമ്മുടെ അടുത്ത കയ്യിലൊക്കെ കുത്തുവാണ്. അപ്പം സിസ്റ്റർമാരാണെങ്കിലും നല്ലപോലെ കുഞ്ഞുങ്ങളുടെ അടുത്ത് എന്താ ഒന്ന് കംഫർട്ടാക്കി ഒന്ന് ചിരിപ്പിക്കുകയൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഇത് പക്ഷേ നൊന്തു കേട്ടോ. ആദ്യത്തെ ആ ഒരു വേദനയുടെ കൂടെ ഇതും കൂടെ ആയപ്പം ചെറിയ നോവൊക്കെ വന്നിരുന്നാലും കുഴപ്പമില്ല. ഇച്ചിരി കഴിഞ്ഞപ്പം സെറ്റായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നീട് 3 ഇഞ്ചക്ഷനുണ്ട് 9 മന്തിൽ. അങ്ങനെ ഇച്ചിരി നേരം കഴിഞ്ഞ് സെറ്റായി. വേദനയൊക്കെ അത്യാവശ്യം സഹിക്കുന്ന കൂട്ടത്തിലാണ്. എന്നിരുന്നാലും ഈ ഒരു 2 എണ്ണമൊക്കെ ആയപ്പം കുഞ്ഞിനെ നല്ല വേദനിച്ചു. പക്ഷെ പിന്നെ അടുത്തത് കാലിലൊക്കെ ആയിരുന്നു. കാലിലത്തതും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഏകദേശം നല്ല വഴക്കായി. പിന്നെ നമ്മൾ വെളിയിൽ വന്ന് കുറച്ചൊക്കെ കഴിഞ്ഞപ്പം കരച്ചിലൊക്കെ അങ്ങ് മാറി. പിന്നെ ആൾ നല്ല ഹാപ്പി മൂഡായി. അങ്ങനെ കരച്ചിലൊക്കെ മാറ്റിക്കൊണ്ട് നിൽക്കുന്ന വീഡിയോയാണിത്. അങ്ങനെ വെളിയിലൊക്കെ വന്ന് കുഴപ്പമില്ല, ചെറിയൊരു വിഷമമുണ്ട്. അമ്മ കൊണ്ടുവന്ന് കുത്തു കൊടുത്തില്ലേ. പിന്നെ പോകുന്ന വഴിക്കൊരു ലോലിപോപ്പൊക്കെ മേടിച്ച് കൊടുത്തു. അപ്പോൾ ആൾ ഹാപ്പിയായി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഉള്ള ഇഞ്ചക്ഷനാണെന്ന് പറഞ്ഞപ്പോഴേ ഉള്ള കസിൻ സിസ്റ്റേഴ്സും ബ്രദറൊക്കെ വന്നു അവിടെ ഹെൽത്ത് സെൻ്ററിൽ. കാരണം അവളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഇളയാളല്ലേ. അപ്പം ഭയങ്കര ഒരു കെയറിങ്ങും സ്നേഹവും ഒക്കെയാണ്. അങ്ങനെ അവർ വന്നിട്ട് അവളെ കൊണ്ടുപോകാം വീട്ടിലോട്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.